നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അങ്ങനെ ലോകം മുഴുവനും ഗൾഫ് രാഷ്ട്രങ്ങളിൽ കണ്ണുവയ്ക്കുന്നു. ഫുട്ബോൾ ലോകകപ്പ് വേണ്ടുവോളം ആഘോഷിക്കാം. എന്നാൽ എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളും അതിൻ്റെതായ നടപടികളും ചിട്ടകളും നിയന്ത്രണങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ UAE കടുത്ത നിയന്ത്രണമാണ് ഇതിനോടകം തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. പ്രവാസികൾ ഇത് ജാഗ്രതയോടെ കേൾക്കുക. നിങ്ങൾക്ക് ഈ ലോകകപ്പ് വേണ്ടുവോളം ആഘോഷിക്കാം, എന്നാൽ ആഘോഷം അതിരുവിടരുത് എന്ന മുന്നറിയിപ്പാണ് UAE നൽകുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ദുബായിലേക്ക് എത്തിച്ചേർന്ന ഫുട്ബോൾ ആരാധകർക്ക് ദുബായ് പോലീസ് നൽകുന്ന സന്ദേശവും ഇത് തന്നെ. ആഘോഷങ്ങൾ സുരക്ഷിതമായിരിക്കണമെന്നും പോലീസ് പുറത്തുവിട്ട മാർഗനിർദ്ദേശങ്ങളിൽ പറയുകയാണ്. ദുബായിൽ താമസിച്ച് മത്സരങ്ങൾ കാണാൻ ദോഹയിലേക്ക് പോകാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഇതിനോടകം തന്നെ താമസ സ്ഥലങ്ങളും ഫ്ലൈറ്റുകളും ബുക്ക് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ദുബായിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കിയ ഫാൻ സോണുകളിൽ ചെന്ന് കളി കാണാനായി എത്തുന്നവരും ഏറെയാണ്. ദുബായിൽ ഫുട്ബോൾ പ്രേമികൾക്കായി ഒരുക്കിയിരിക്കുന്ന ഫാൻ സോണുകളുടെ വിശദവിവരങ്ങൾ ഉൾപ്പെടെ അടങ്ങിയതാണ് ദുബായ് പോലീസ് പുറത്തിറക്കിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ. അതോടൊപ്പം സന്ദർശകർക്ക് പകൽ സമയങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന വിവിധ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഫിഫ ലോകകപ്പ് 2022 തങ്ങളുടെ ഇഷ്ട ടീമുകളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് പ്രാദേശിക നിയമങ്ങൾ മാനിച്ചുകൊണ്ട് വേണമെന്ന് ഫുട്ബോൾ ആരാധകരോട് പോലീസ് അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ലോകകപ്പിലേക്ക് ദുബായ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സഹിഷ്ണുതയുടെയും തുറന്ന മനസ്സിന്റെയും നഗരത്തിൽ വെച്ച് ലോകകപ്പ് ആസ്വദിക്കൂ. ദുബായിലെ മികച്ച ആഗോള സമൂഹത്തിന്റെ ഭാഗമായി മാറൂ എന്നും ദുബായ് പോലീസ് ട്വിറ്ററിൽ കുറിക്കുകയുണ്ടായി. ദുബായ് പോലീസിന്റെ മാർഗനിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്. ഫോട്ടോ എടുക്കുമ്പോൾ മറ്റുള്ളവരുടെ സ്വകാര്യത മാനിക്കുക. ആഘോഷങ്ങൾക്കിടയിൽ പൊതുസ്വത്ത് സംരക്ഷിക്കുന്ന കാര്യം മറക്കരുത്. പൊതുസ്ഥലങ്ങളിൽ മദ്യം കൈവശം വയ്ക്കുകയോ കുടിക്കുകയോ ചെയ്യരുത്. നിങ്ങൾ സഹിഷ്ണുതയുടെ നഗരത്തിലാണെന്ന് ഓർക്കുക. മതങ്ങളെ അവഹേളിക്കുന്നതും വിവേചനപരമായ പെരുമാറ്റങ്ങളും രാഷ്ട്രീയ തർക്കങ്ങളും ഇവിടെ വിലക്കിയിട്ടുണ്ട്. അത് മാനിക്കാൻ എല്ലാവരും തയ്യാറാകണം. മറ്റുള്ളവർക്ക് ശല്യമുണ്ടാവാതിരിക്കാൻ ആഘോഷങ്ങൾക്കായി നിശ്ചയിച്ച സ്ഥലങ്ങളിൽ മാത്രമേ ആഘോഷ പ്രകടനങ്ങൾ പാടുള്ളൂ. ആര് ജയിച്ചാലും തോറ്റാലും നല്ല സ്പോർട്സ്മാൻഷിപ്പ് കാണിക്കുക. കായിക ഭ്രാന്തിൽ നിന്ന് അകന്നു നിൽക്കുക. മയക്കുമരുന്ന് ഉപയോഗിക്കാനോ പ്രചരിപ്പിക്കാനോ പാടില്ല. ലൈസൻസ് ഇല്ലാതെ മസാജ് പാർലറുകളിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ ഒഴിവാക്കുക. പൊതുയിടങ്ങളിൽ വെച്ചുള്ള സ്നേഹപ്രകടനങ്ങൾ പാടില്ല. എന്തെങ്കിലും രീതിയിലുള്ള വിനോദ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഫുട്ബോൾ ആരാധകർ ആവശ്യമായ അനുമതികളും അംഗീകാരങ്ങളും വാങ്ങിയതിനു ശേഷം മാത്രമേ അവ സംഘടിപ്പിക്കാൻ പാടുള്ളൂ. പൊതുസ്ഥലങ്ങളിൽ ലഗേജുകൾ ഉപേക്ഷിക്കരുത്. നഷ്ടമായ ഏതെങ്കിലും സാധനങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്നതിലേക്കായി നിങ്ങൾ യാത്ര ചെയ്യുന്ന ടാക്സിയുടെ നമ്പർ സൂക്ഷിച്ചു വെക്കണമെന്നും ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ നൽകുകയാണ്. എന്നാൽ ഇത്തരം നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിച്ചില്ലെങ്കിൽ ലഭിക്കുക എന്ന മുന്നറിയിപ്പും പോലീസ് വ്യക്തമാക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.